പ്രാർത്ഥനയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് നമ്മൾ കൊന്ത ജപിക്കുന്നത് അല്ലേ? അപ്പോൾ കൊന്ത ഗ്രാമത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മുടെ തൃശ്ശൂരാണോ? കൊന്ത ഗ്രാമത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഞാനത് കാട്ടിത്തരാം. പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ജപമാലയുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അത് എടുത്തു പറയേണ്ടതാണ്. ലോകത്ത് മുഴുവൻ ജപമാല നിർമ്മിച്ചയക്കുന്ന ഒരു ഗ്രാമമുണ്ട്. അത് തൃശ്ശൂരിലല്ല, നമ്മുടെ സ്വന്തം എറണാകുളത്താണ്. ചാവറ പിതാവിനാൽ പ്രസിദ്ധമായ കൂനമ്മാവിലാണ് ഈ ജപമാല നിർമ്മാണം നടക്കുന്നത്. ജപമാല ഗ്രാമത്തിലേക്ക് അച്ഛനെയും ജോബിയെയും എന്നെയും പ്രിയപ്പെട്ട പ്രേക്ഷകരെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ് അഖിലശ്രീ. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ സംക്ഷിപ്ത രൂപമാണ് ജപമാല എന്നാണ് വിശ്വാസികൾ കരുതുന്നത്. എറണാകുളം ജില്ലയിലെ കൂനമ്മാവ് അറിയപ്പെടുന്നത് തന്നെ ജപമാല നിർമ്മാണത്തിനാണ്. ഈ പ്രദേശം ചെറിയ റോം എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇവിടെ ഓരോ വീട്ടിലും ജപമാല നിർമ്മിക്കുകയാണ് ഇവിടുത്തെ സ്ത്രീകൾ. പല വീടുകളിലും കെട്ടുന്നതാണിത്. സമയം പോലെ വീട്ടിലെ ജോലികൾ കഴിഞ്ഞിട്ട് ഇവിടെയുള്ള അമ്മമാരെല്ലാവരും ഇരുന്ന് ചെയ്യണതാണിത്. ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് 50 വർഷമായി. അതിൽ 49 വർഷമായി കൊന്ത കെട്ടാൻ തുടങ്ങിയിട്ട്. നമ്മളിവിടെ പലതരത്തിലുള്ള കൊന്തകളും കിട്ടുന്നുണ്ട്. ഇത് 10 മണിയുള്ള കൊന്തയാണ്. എല്ലാവരും യാത്ര ചെയ്യുമ്പോൾ കയ്യിലൊക്കെ ഇടാനായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇത് 10-20 കിട്ടുന്നവരുണ്ട്. ഞാൻ 15 കിട്ടുള്ളൂ ഒരു ദിവസം. കമ്പിക്കൊന്തയുണ്ട്, ചരടിൻ്റെ കൊന്തയുണ്ട്. കമ്പിക്കൊന്തയിൽ തന്നെ ഉണ്ണിക്കൊന്ത, ചെറിയ 10 മണിക്കൊന്തയുണ്ട്, ചരടിലുമുണ്ട്. ഈ ചരടിൽ തന്നെ 8 കെട്ട് കെട്ടാറുണ്ട്. 4 കെട്ടിൽ കെട്ടണ കൊന്തയുണ്ട്. 10 മണി കഴിഞ്ഞിട്ട് കുരിശിട്ടിട്ട് കെട്ടണ കൊന്തകളുണ്ട്. പല രീതിയിലും പല ഇതിലും കെട്ടാറുണ്ട്. ഈ റോം കഴിഞ്ഞാൽ ഈ കൊന്ത ഉണ്ടാക്കിയിരുന്ന സ്ഥലം കൂനമ്മാവായിരുന്നു. ഇന്ത്യയിൽ മൊത്തം എല്ലാ സ്റ്റേറ്റിലേക്കും നമ്മളിത് കൊടുക്കുന്നുണ്ട്. ഈ കൊന്തകൾ ഇന്ത്യൻ്റെ തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റിൽ ഡിമാൻഡുള്ളത്. യേശുവിന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള രഹസ്യങ്ങൾ അനുസരിച്ചുള്ള പ്രാർത്ഥനയാണ് ജപമാലയിലുള്ളത്. ലോകമെങ്ങുമുള്ള വിശ്വാസികൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അതിൽ കൂനമ്മാവിന്റെ സ്പർശവുമുണ്ട്. ജപമാല ഗ്രാമത്തിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് അഭിമന്യു സുഭാഷിനൊപ്പം റിപ്പോർട്ടർ അഖിലശ്രീ ഇൻ റിപ്പോർട്ടർ. അപ്പൊ കൂനമ്മാവിലെ ജപമാല ഗ്രാമം കണ്ടല്ലോ. അപ്പൊ ആ ഗ്രാമം കാണിച്ചതിന് രണ്ടുപേരും ഞങ്ങൾക്ക് തിരിച്ച് ഓരോ പാട്ട് വീതം സമ്മാനം.